മറ്റു വാർത്തകളിലേക്ക് പോകാം നമുക്ക്. ട്രെയിൻ 2.5 മണിക്കൂർ വൈകിയതോടെ വിമാനയാത്ര മുടങ്ങി ഗോവയിൽ കുടുങ്ങിയതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റെയിൽവേയെ സമീപിച്ചു മലയാളികൾ. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിൽ തിവിം റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളെല്ലാവരും ഇതാ ഫ്ലൈറ്റ് മിസ്സായിട്ട് നിൽക്കുകയാണ്. ലക്ഷദ്വീപ് പോകാൻ വേണ്ടി വന്നതേനു. ഈ മലയാളികൾ ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഒരു വ്ളോഗറുടെ നേതൃത്വത്തിലാണ് ഈ സംഘം ലക്ഷദ്വീപിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നത്. നോക്കണ്ട, ആ വ്ളോഗറും ടീമും നമ്മൾ തന്നെയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് 10 ആൾക്കാരെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഒരു പരാതിയൊക്കെ എഴുതി കൊടുത്തേണ്, ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് ഓര് നമ്മളോട് പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ട്രെയിനിനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്യരുത്. അത് 2-3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ട്രെയിനിൽ പോകാൻ നിൽക്കണ്ട. ഫ്ലൈറ്റ് പോയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഗോവയിൽ തങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് ദ്വീപിലേക്ക് പോയത്. നഷ്ടങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി അങ്ങോട്ട് പോവാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇതാ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സീനറി കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ആ ഒരു വഴിക്ക് അങ്ങ് പോയിക്കുന്നു. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. ഇതാണ് ഞങ്ങളെ സ്പോൺസർ നിസാം ഖാൻ. പിന്നെ ദാ മൂപ്പര് വിട്ട ടാക്സിയിൽ നമ്മൾ നേരെ എയർപോർട്ട് വിട്ടു. ഒരു ദിവസം ഇന്നലെ മിസ്സായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല, നേരെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് പോണത്. എന്തായാലും അവസാനം ലക്ഷദ്വീപിൽ എത്തിയല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഇനി നമുക്ക് ദ്വീപിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രോം IML.